ആലീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. പതിവ് പോലെ കൊച്ചുവേളിയിൽ നിന്ന് തന്നെയാണ് യാത്ര. ഇപ്പോൾ നേരം വെളുത്തു. കർണാടകയിലെ ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര. പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരുന്നപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കേരളം എന്നുള്ള പേര് നമ്മുടെ നാടിന് വന്നത് കേരവൃക്ഷങ്ങളുടെ നാട് ആയതുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ കർണാടകയിലൂടെ നമ്മളിപ്പോൾ പോകുമ്പോൾ ഇത്രത്തോളം തെങ്ങ് കൃഷിയുണ്ടോ ഈ കർണാടകയിൽ എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലും ധാരാളം തെങ്ങ് കൃഷിയുണ്ട്. നല്ല കാഴ്ചയാണ് ഇതെല്ലാം കാണാൻ. എത്രത്തോളം എവിടെ നോക്കിയാലും തെങ്ങും വാഴയും ഒക്കെ തന്നെയാണുള്ളത്. ട്രെയിൻ ഇന്ന് 2 മണിക്കൂർ ലേറ്റാണ്. അതായത് 8:15 എത്തേണ്ട ട്രെയിന് 10:15 എത്തുള്ളെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ബംഗാരപ്പെട്ട് ഒന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കൂടെ കാണാൻ പറ്റുന്നുണ്ട്. സാധാരണ നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ ഈ സ്ഥലമെല്ലാം കടന്നു പോകാറുണ്ട്. അത് കാരണം ഇത്ര അടുത്ത് ഇങ്ങനെ നമുക്കൊരു വീഡിയോ എടുക്കാൻ കഴിയത്തില്ല. നല്ല ഭംഗിയുള്ള പാറക്കൂട്ടങ്ങളാണിത്. ഇത് എങ്ങനെ ഇങ്ങനെ ഇത്രയും മിനുസമുള്ള പാറ കല്ലുകളായി മാറുന്നതെന്നൊന്നും അറിയത്തില്ല. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപൂർവമായി മാത്രമേ ഈ സമയത്ത് നമ്മളിവിടെ എത്താറുള്ളൂ. കാരണം ഇവിടെ കടന്നു പോകുന്ന ട്രെയിന് സാധാരണ കറക്റ്റായിട്ട് ഓടുവാണെങ്കിൽ ഇവിടെ കടന്നു പോകും. നേരം വെളുക്കുന്നതിന് മുന്നേ ഈ ഭാഗം കഴിയും. അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപൂർവമായിട്ട് ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രം അകലെ നല്ല ഒന്നാം തരം കേരള ഫുഡ് കിട്ടുന്ന ഒരു മലയാളി ഹോട്ടൽ, ആലുവക്കാരുടെ. SB കോളേജിലേക്ക് പോകാനാണ് വന്നത്. എൻ്റെ കൂടെ അഡ്മിഷൻ എടുക്കാനുള്ള സ്റ്റുഡൻസും പേരൻസും ഒക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് സമയം പോയതുകൊണ്ട് ട്രെയിൻ ലേറ്റാണ്. തിരിച്ചു പോരേണ്ടതുണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരം തന്നെ. അത് കാരണം സമയം കളയാതെ വേഗം ഫ്രഷായി ഇവിടെ വന്ന് എല്ലാവരും ഫുഡ് കഴിച്ചു. SB കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് SB കോളേജിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇത് വലിയൊരു കോളേജാണ്. എല്ലാ കോഴ്സുകളും ഇവിടെയുണ്ട്. മാനേജ്മെൻറ്റ് കോഴ്സുകളും അതുപോലെ മെഡിക്കലിൻ്റെ MBBS ഇല്ല, ബാക്കി എല്ലാ കോഴ്സുകളും ഇവിടെയുണ്ട്. ഇത് നഴ്സിംഗ് ലാബാണ്. ഇത് SB കോളേജിൻ്റെ സെമിനാർ ഹാളാണ്. രാത്രി 8:10 കന്യാകുമാരി ട്രെയിനിന് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇപ്പോൾ നേരം വെളുത്തു. ട്രെയിൻ കേരളത്തിലൂടെയാണ് ഓടുന്നത്. കേരളത്തിലെയും കർണാടകയിലെയും കൃഷിയും കാര്യങ്ങളും എല്ലാം ഭൂപ്രകൃതിയെല്ലാം താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 2 സ്റ്റേറ്റും ഒരുപോലെ തന്നെയാണെന്ന് തോന്നിപ്പോകും.